ഹായ് എവ്രിവൺ, വെൽക്കം ടു അശ്വിൻ ബ്ലോഗ്സ്. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ മീനങ്ങാടി സുൽത്താനിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ സാധാരണ കൽപ്പറ്റ ബത്തേരി ഔട്ട്ലെറ്റുകളിലാണ് പോവാറ്. ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പീസ്ഫുള്ളാണ്. നമുക്ക് ഈവനിങ്സിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് വൈബ് ചെയ്യാൻ, ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെയാണ്. നമ്മൾ 8 പീസ് ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തത്. 8 പീസിന് വേണ്ടിയിട്ട് 299 ആണ് അവിടുത്തെ റേറ്റ്. പിന്നെ അതിനോട് കൂടെ തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ മൗണ്ടൻ ഡ്യൂ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ സെൽഫ് സർവീസാണ്. നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സിൽ നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. ദീപമാ ഇവിടെ ബ്രോസ്റ്റിന് പുറമെ മോമോസും ചിക്കൻ പോപ്കോണും ചിക്കൻ ലോളിപോപ്പ്, ലോഡഡ് ഫ്രൈസ്, ബർഗർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു വെയിറ്റിംഗ് ടൈമിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് എത്തിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയായ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. മെയിൻ ഐറ്റം റെഡി ആയിരിക്കുകയാണ്. അതെടുത്ത് ഞാൻ ടേബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്രോസ്റ്റുമായിട്ടുള്ള അംഗത്തിനായി ഞാൻ തട്ടകം വിട്ടുകൊടുക്കുകയാണ്. നല്ല വിശന്നിരിക്കുമ്പോൾ ബ്രോസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രോസ്റ്റ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടായിരുന്നു. സോ വെള്ളം കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ? അപ്പം മൗണ്ടൻ ഡ്യൂ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിയേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം ചിയേഴ്സ്. ബ്രോസ്റ്റ് ഔട്ട് സൈഡ് നല്ല ക്രിസ്പാണ്, അതുപോലെ തന്നെ നമുക്ക് ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അത് കഴിക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു ഫീൽ, ആ മയണൈസും സോസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ മുക്കി ഡിപ്പ് ചെയ്ത് ആ ചിക്കൻ കഴിക്കാൻ എന്ത് രസമാണ്. എനിക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടാണ്. കിള്ളിപ്പറിച്ച് ഇട്ട് നോക്കി പതുക്കെ ഊതി തിന്ന് നോക്കാണ്. പുറമേ നല്ല ക്രിസ്പിനെസ് ഉണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ട്. നല്ല രസമുണ്ട്. വാലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ്സും സോഫ്റ്റ്നെസ്സും വന്നിട്ടുള്ളൊരു ഫീൽ അറിയാൻ പറ്റുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഫുള്ള് അശ്വനായിട്ട് തിന്ന് എല്ലുകൾ കണ്ടോ? ഞാനിങ്ങനെ നോക്കിയിരിക്കുക എത്ര ഉണ്ടായി തിന്നുന്നതെന്ന്. അതെ ഗൈസ്, എല്ലാ എല്ലുകളും എൻ്റെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കിയുള്ള ചിക്കൻ പെട്ടിയിലാക്കിയിട്ട് നടന്നു പോകുന്നത് കണ്ടോ? ശരിക്കും നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും നല്ല വയറ് നിറച്ച് കഴിച്ചു. വീട്ടിലേക്ക് അമ്മക്ക് വേണ്ടിയിട്ട് കുറച്ച് പാർസലും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ബൈ ബൈ. ഹലോ ഉണ്ടച്ചി പാച്ചൊന്നും എനിക്ക് വിളിക്കാമല്ലോ അല്ലേ? പാവം കുട്ടീനെ